പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും മാധ്യസ്ഥം തേടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞി വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയെ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ വിവിധ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും കൂടുതൽ അനുഭവിക്കുന്ന ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണം. അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് സംരക്ഷണം പ്രപഞ്ച പ്രകൃതിയെ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ ആരാധന, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ
കരങ്ങൾ വീശി ചേർന്ന് Hallelujah.
കരങ്ങൾ വീശി കൂടി നാളിതുവരെ ഭാഷണത്തിൽ വന്ന് ഹരിയുടെ എല്ലാ മക്കളുടെയും വിധങ്ങളായ ജീവിത ദുരിതങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ പ്രത്യേകമായിട്ട് രോഗികളായിട്ടുള്ള മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ ശക്തി അയച്ച് അവരെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത ദുരിതങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ആരാധന, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, 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 ഈശോയെ നന്ദി, ആരാധന, ആരാധന, നന്ദി, ഈശോയെ ആരാധന,
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടിയിട്ടുണ്ട്. റോഡ് പണിയോടുകൂടി നാട്ടിലെ മരങ്ങളെല്ലാം വെട്ടി വീഴ്ത്തപ്പെട്ടപ്പോൾ ചൂട് ഒരു 2 ഡിഗ്രി ഇപ്പോൾ കൂടുതലാണ്. നമ്മൾക്ക് അത് നല്ലതാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരതദ്രവ്യങ്ങൾ വർദ്ധിക്കുന്നത് നല്ലതാണ്. നമുക്ക് ആസ്തിബദ്ധത ഉണ്ടാക്കും. ഇത്രയും ക്ലേശങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അഴുത്തും വേർത്തും പുഴുങ്ങിയൊക്കെ ഇരുന്ന് ശുശ്രൂഷ കൂടുമ്പോൾ എന്തുമാത്രം നമുക്ക് ഏകദാനപ്പെടാൻ പറ്റുന്നു. ക്രിസ്തുവിൻ്റെ ക്ലേശങ്ങളോട് ഒരു വ്യക്തി വിശ്വാസം നമുക്ക് എന്ത് തരുന്നുവെന്ന് ചോദിച്ചാൽ, വിശ്വാസം നമുക്ക് നൽകുന്ന അനുഗ്രഹം എന്നതിനേക്കാൾ ഉപരി വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാതികൂല്യങ്ങളുമായി യേശുവിനോട് ഏകദാനപ്പെടാനുള്ള ഒരു ആർജവത്വമാണ് വിശ്വാസം നൽകുന്നത്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സാക്ഷ്യങ്ങൾ ഇപ്പോഴ് 6 സാക്ഷ്യങ്ങളാണ് നമ്മൾ ഇന്നലെ മുതൽ അപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ക്യാപിറ്റൽ സാക്ഷ്യങ്ങൾ. അപ്പോൾ 6 സാക്ഷ്യങ്ങൾ ക്യാപിറ്റൽ സാക്ഷ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ സാക്ഷ്യം സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പുതിയ മോഡ് ഓഫ് സെലക്ഷൻ അനുസരിച്ച് മനുഷ്യനെ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റ് വൈസ് തിരിക്കും വിഷയങ്ങൾ. ഇപ്പോൾ ജോലിയാണെങ്കിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആധ്യാത്മിക തകർച്ച, അങ്ങനെ മനുഷ്യൻ്റെ വ്യത്യസ്തമായ മണ്ഡലങ്ങൾ, സാമ്പത്തിക ഘടകങ്ങൾ, ജപ്തി നടപടികൾ, അങ്ങനെ ഒത്തിരിയേറെ വിഷയങ്ങളാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ എല്ലാ ദിവസവും അതിൻ്റെ ഏതെങ്കിലും 6 സബ്ജക്റ്റിൻ്റെ, നമുക്ക് 6 സബ്ജക്റ്റാണല്ലോ, 6 ആണല്ലോ ഉടമ്പടിയുടെ എണ്ണം. കൃപ ഗ്രേസ്ഫുൾ നമ്പർ എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 കാര്യങ്ങൾ നമ്മൾ വെക്കുന്നു. കാനായിലെ കല്യാണത്തിന് 6 കൽഭരണികൾ, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് 6 ദിവസം, ഉടമ്പടിയുടെ പേടകം ദൈവം കൽപ്പനകൾ കൈമാറും മുമ്പ് സീനായ് മലമുകളിൽ ദൈവം മേഘാരൂഢനായി വന്നത് 6 ദിവസം. അപ്പം 6 ഒരു പ്രധാനപ്പെട്ട നമ്പരാണ് ബൈബിളിലെ. അപ്പം നിങ്ങൾക്ക് എനിക്ക് തോന്നിയ ഒരു വിഷയം, ഈ ദിവസങ്ങളുടെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വിഷയം, ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ് റെഡ്യൂസ് ഇൻറ്റു 0- എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വ്യക്തി ചെറുതായി തകർന്നാൽ, ഒരു കുടുംബം തകർന്ന് 0 ആകാം. പക്ഷേ ചിലർ നമ്മൾ നോക്കുമ്പോൾ അവർ 0- പോകും. -1, -2, -3 എന്ന് പറഞ്ഞ് പോകും. എന്നിട്ട് അവർക്ക് ഈ ജന്മത്തിൽ അവരെ കരകയറ്റാൻ സാധ്യമല്ലാത്തൊരവസ്ഥ വരും. ദാറ്റ് ഈസ് ദ മരിയൻ സ്പേസ്. ഈ ജന്മത്തിൽ നിന്നെ കരകയറ്റാൻ നിലവിൽ നിൻ്റെ ബുദ്ധിയിൽ ഒരു പ്രൊവിഷൻ സാധ്യത കാണുന്നില്ലെങ്കിൽ നീ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ദാറ്റ് ഈസ് എ മരിയൻ സ്പേസ് എന്നാണ്.
അമ്മ നേരിട്ട് സന്ദർശനം ചെയ്ത് നിന്നോട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. കാര്യം മറ്റെന്തെങ്കിലും സ്വാധീനങ്ങൾ, അങ്കിള്, പഠനങ്ങൾ, കഴിവുകൾ, അതുപോലെ തന്നെ നിൻ്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ, അങ്ങനെ നീ റിലേ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഉടമ്പടിയെ ഫയറാക്കുന്നതിൻ്റെ പ്രധാനം എന്തിലാണ് നീ ആശ്രയം വെച്ചിരിക്കുന്നത് എനിക്കറിയാം. അങ്ങനെ ഒരു വചനമുണ്ട്, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എന്തിലാണ് ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് എനിക്കറിയാം. ശ്രദ്ധിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന ആരാധന. ഒരുമിച്ച് പാടാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. തിമോത്തി 1:12. ഇക്കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്, ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതുണ്ട്, ഒന്നേറ്റ് പറഞ്ഞ്, ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ആരിലായിരിക്കും? It is on a person, the person Jesus. നമ്മൾ ഒരു വ്യക്തിയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്, ഒരു തത്വസംഹിതയിലല്ല. അതാണ് ആദ്യം നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ആദ്യം പഠിക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഞാനത് ലിയ സെബാസ്റ്റ്യൻ ഇടുക്കിയിൽ നിന്ന്, നല്ല സാക്ഷിയാണ്. എല്ലാ സാക്ഷ്യവും നല്ലതാണ്, പക്ഷേ സാക്ഷ്യം ബിഗിനേഴ്സിനൊക്കെ നല്ല സാക്ഷ്യമാണത്. സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് നല്ല സാക്ഷ്യമാണ്. ലിയ സെബാസ്റ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അപ്പനെയോ അമ്മയോ നേരത്തെ മരിച്ചു. അവരുടെ ബന്ധുക്കൾ ആരുമാണ് അവരെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലേ, അപ്പൻ്റെ അമ്മയെ ആശ്രയം പോയാൽ പകുതി ആശ്രയം പോയി. പക്ഷെ പകുതി ആശ്രയം പോയെന്ന് പറഞ്ഞാൽ അത് സ്പിരിച്വലായിട്ട് പറഞ്ഞാൽ അത് പ്ലസ് പോയിൻ്റാണ്. ശരിക്കും വിശ്വസിക്കുന്നവന് അത് പ്ലസ് പോയിൻ്റാണ്. വിശ്വസിക്കാത്തവർക്ക് അത് ദൈവം എന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തതൊക്കെ പറഞ്ഞ് മോങ്ങി അവസാനം വരെ മരിച്ചു പോകും അവസാനം. വിശ്വസിക്കുന്നവൻ അത് വെച്ചാണ് ബിസിനസ് ചെയ്യണത്. എന്താണ്? എൻ്റെ അപ്പനും അമ്മയും ഇല്ല, പിന്നെ ആരാണ് അപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ളത്? 13. അതായത് മർക്കോസ്, ഈശോ ഇത് അപ്പനെ അമ്മയെ ഉൾപ്പെടെ ആരും ആശ്രയം വെക്കുന്നു. ഈശോയുടെ പാക്കേജ് അത് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലാത്തത് കൊണ്ട് ആരും അതിൻ്റെ പേരിൽ കടിച്ചു തൂങ്ങി വിഷമിച്ച് നടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈശോ ഒരു സ്റ്റേറ്റ്മെൻ്റ് വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ്? 10:23 മത്തായിയുടെ സുവിശേഷം. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 23:9. സോറി. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. ഇത് നിലപാടാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ആശയത്തിലുള്ള അവലംബമല്ല, മറിച്ചൊരു വ്യക്തിയോട്
അടിസ്ഥാനപ്പെടുത്തിയുള്ള ജീവിതത്തിന്റെ നിലപാടാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി യേശുവേ ആരാധന 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 യേശുവേ നന്ദി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകണം, വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ എല്ലാ മനസ്സോടും സർവശക്തിയോടും പൂർണ്ണ അറിവോടും സ്വാതന്ത്ര്യത്തോടും പൂർണ്ണ ഹൃദയത്തോടും കൂടിയാണ് ദൈവത്തെ ആരാധിക്കണമെന്ന്. അങ്ങനെ അതാണ് നമ്മൾ കളക്റ്റീവായിട്ട് വന്ന് ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. ഒരു പക്ഷേ വീട്ടിൽ നമ്മൾ ആരാധിക്കുമ്പോൾ ഇത്രയും സ്വരത്തിൽ ആരാധിക്കാമെന്ന് പരിധിയില്ല. ആരാധന അഭിഷേകമായി നൽകുമ്പോൾ ആരാധന സമൂഹത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മനസ്സർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൂടെ സകല മലാഖന്മാരുടെ കൂടെ എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തെ അർഹമായ ആരാധന കരയേറ്റുന്ന സമയങ്ങളിൽ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ ആരാധന 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 ആരാധന